നാട് നടങ്ങിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പാങ്ങോട് കൊല നടന്ന സൽമാ ബിവിയുടെ വീട്ടിലാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. ഇപ്പോൾ അഫാന്റെ വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, കുറച്ചു നേരമായി തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. അഫാൻ ഏതു തരത്തിലാണ് തെളിവെടുപ്പിനോട് പ്രതികരിക്കുന്നത്? സഹകരിക്കുന്നുണ്ടോ പൂർണ്ണാർത്ഥത്തിൽ? ഇനി എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അക്ഷയ, പാങ്ങോട് സൽമാ ബീവിയുടെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷമാണ് അഫാന്റെ വെഞ്ഞാറമൂടുള്ള വീട്ടിലേക്ക് പോലീസ് അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഇപ്പോൾ വീടിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും അഫാനും തുടരുകയാണ്. കഴിഞ്ഞ കുറേ സമയങ്ങളായി ഇവിടുത്തെ തെളിവെടുപ്പ് നടക്കുന്നു. പാങ്ങോട് തെളിവെടുപ്പ് സൽമാ ബീവിയുടെ വീട്ടിലെ തെളിവെടുപ്പാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് അവസാനിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. 5 മിനിറ്റ് മാത്രമാണ് അവിടുത്തെ തെളിവെടുപ്പ് നീണ്ടുനിന്നതെങ്കിൽ ഇവിടുത്തെ തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. സമയം വൈകിയാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. അതിനാൽ തന്നെ ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം തുടരാൻ സാധ്യതയില്ല. വേഗത്തിൽ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി തെളിവ് ശേഖരിക്കാനായി തെളിവെടുപ്പിനായി അഫാനെ കൊണ്ടുപോകാനുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഒന്നൊരു ഫിനാൻസ് സ്ഥാപനം, അതോടൊപ്പം തന്നെ അഫാൻ പണം നിക്ഷേപിച്ച CDMA മെഷീനുള്ള സ്ഥലമുണ്ട്. പിന്നീട് കൊണ്ടുപോകാനുള്ളത് ഈ ചുറ്റിക വാങ്ങിച്ച സ്ഥലമാണ്. അതിൽ ഇനിയിപ്പോൾ പോകാൻ സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലം ആ കട മാത്രമാണ്, ചുറ്റിക വാങ്ങിച്ച സ്ഥലം മാത്രമാണ്. കാരണം മറ്റ് 2 സ്ഥലങ്ങളിൽ ഈ ഫിനാൻസ് സ്ഥാപനമാണെങ്കിൽ അടച്ചിരിക്കുന്ന അവസ്ഥയാണ്. സമയം ഇത്രയും കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ CDMA മെഷീൻ്റെ ഭാഗത്ത് വാഹനം നിർത്തി പാങ്ങോട് നിന്നും ഇവിടേക്ക് വരുന്ന സമയത്ത് വാഹനം നിർത്തിയിരുന്നു. അത് ഇറക്കിയുള്ള തെളിവെടുപ്പ് ഒഴിവാക്കാൻ ഉള്ള ഒരു ശ്രമമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം വെഞ്ഞാറമൂട് നഗരത്തിൽ തിരക്കുള്ള ഒരു സമയം, ആ സമയത്ത് അവിടേക്ക് അഫാനുമായി പോകണമെങ്കിൽ ഇത്രത്തോളം സുരക്ഷ ഒരുക്കിയാൽ മതിയാകില്ല. പാങ്ങോട് സുരക്ഷ ഒരുക്കിയ അതേ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇവിടേക്ക് അയച്ച് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയത്. നിലവിൽ എന്തായാലും ഇവിടെ വലിയ ആൾക്കൂട്ടമുണ്ട്. ഇനിയിപ്പോൾ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടാകും. അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നിലവിൽ അത്തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതിനാൽ തന്നെ ആ തെളിവെടുപ്പ് ഉണ്ടാകില്ല എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതോടൊപ്പം ഈ വന്ന വഴിക്ക് പാങ്ങോട് നിന്നും ഇവിടേക്ക് വന്ന വഴിക്ക് ഈ CDMA മെഷീൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ ഭാഗത്തും അഫാനുമായുള്ള വാഹനം നിർത്തിയാണ് പോകുന്നത്. അത് തെളിവെടുപ്പിൻ്റെ ഭാഗമായുള്ള ഒരു നിർത്തൽ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണക്കാക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വീട്ടിനുള്ളിലെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇവിടെ അഫാന് കാട്ടിക്കൊടുക്കാനുള്ളത് ഈ കൊലപാതകം നടത്തിയ ശേഷം സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം നേരെ വീട്ടിലേക്ക് വന്ന് ആ ചുറ്റികയടക്കം വെച്ച സ്ഥലമുണ്ട്. അതിനുശേഷമാണ് ഒരു കൊലപാതകം നടത്തി വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശേഷമാണ് പിന്നീട് ഇവിടുന്നും ലത്തീഫിനെയും സാജിദയെയും കൊലപ്പെടുത്താനായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച കാര്യമെല്ലാം അഫാന് പോലീസിന് വിശദീകരിച്ച് നൽകേണ്ടി വരും. നേരത്തെ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യം പോലീസിനോട് പറഞ്ഞ മൊഴി പിന്നീട് മജിസ്ട്രേറ്റിനോട് ആ മൊഴി ആവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ജയിൽ ഉദ്യോഗസ്ഥരോടുമെല്ലാം ഈ മൊഴി ആ സമയത്തെല്ലാം ഈ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിൻ്റെ ഒരു സീരീസ് ഓഫ് കില്ലിംഗ്, അതായത് ആദ്യം ഒരു കൊലപാതക ശ്രമം, സ്വന്തം മാതാവിനെ കഴുത്തിനരിച്ച് കൊല്ലാൻ ശ്രമം നടത്തുന്നു. അതിനുശേഷം അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അതിനുശേഷം പിന്നീട് പോയി അച്ഛൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം ഈ ഫർസാന എന്ന് പറയുന്ന സുഹൃത്തിനെ വീട്ടിലേക്ക് എത്തിച്ച് കൊലപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ സഹോദരൻ്റെ കൊല. ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിൽ പോലീസിന് വ്യക്തതക്കുറവില്ല. അത് സംബന്ധിച്ച് തെളിവുകളും ഈ പറയുന്ന ഫിനാൻസ് സ്ഥാപനത്തിലേതും കടയിലേതും അടക്കമുള്ള CCTV ദൃശ്യങ്ങളും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇവിടുത്തെ തെളിവെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കി മടങ്ങും. നാളെ കൂടി ഈ പാങ്ങോട് പോലീസിൻ്റെ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കിയാൽ കിളിമാനൂർ പോലീസ് ലത്തീഫിന്റെയും സാജിദയുടെയും കൊലപാതക കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങും. ഏറ്റവും ഒടുവിലാകും ഈ ഫർസാന, അതോടൊപ്പം തന്നെ മാതാവിന്റെ കൊലപാതക ശ്രമം, സഹോദരന്റെ കൊലപാതകം. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും തെളിവെടുപ്പ് ഓരോ ഘട്ടമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.